നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് സെൻറ്റർ, ചിന്മലൈൻ ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ കാൽമുട്ടിന് അല്ലെങ്കിൽ ജോയിൻറ്റുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ എങ്ങനെയാണ് സർജറി ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ സർജറി നമുക്ക് വാണ്ടഡ് സർജറി ഉണ്ട്, അൺവാണ്ടഡ് സർജറി ഉണ്ട്. സർജറി ഇല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതേപ്പറ്റി കൂടി ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർജറി ആവശ്യമുള്ളതും പറയുന്നുണ്ട്. ഉദാഹരണം, ഈ സർജറിക്ക് എല്ലിന് പല്ലിനും ഉണ്ടാകുന്ന രോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 99% കാൽസ്യത്തിൻ്റെ കുറവാണ്. കാൽസ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങൾ വരും. കാൽസ്യം വരും, ഗ്ലൂക്കോസാമയം വരും, അതുപോലെ പല കോമ്പിനേഷനുള്ള കുറവും വരും. ഏറ്റവും മെയിനായിട്ടുള്ളത് കാൽസ്യമാണ്. അപ്പോൾ ഈ കാൽസ്യം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈ ബർത്ത് തന്നെ കാൽസ്യം കുറവുണ്ടാകുന്നുണ്ട്. കാരണം ഈ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് അമ്മ ആവശ്യത്തിനുള്ള കാൽസ്യം കഴിക്കത്തില്ല. ഒന്നിനും ആഹാരം കഴിക്കാൻ ചിലപ്പോൾ പറ്റുന്ന വരും. കാരണം ഈ മോർണിംഗ് സിക്നസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാത്ത അതിനെ പറയുന്നത് വാക്കൂണിനുള്ളതാണ്. അപ്പോൾ ആ സമയങ്ങൾക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ന്യൂട്രീഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇത് ഇഞ്ചക്ഷനായിട്ട് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മസ്കുലറായിട്ടോ ട്രിപ്പായിട്ടോ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ട്രിപ്പ് ചില ഗർഭിണികൾക്ക് പ്രസവിക്കുന്നത് വരെയും ഈ മോർണിംഗ് സിക്നസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ഒന്നും കഴിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇത്രയും നാൾ അവർക്ക് ഒന്നെങ്കിലും കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മളതിന് അവർക്ക് നേസൽ ഫീഡിങ്ങും അതുപോലെ ഈ ട്രിപ്പായിട്ട് ഈ സപ്ലിമെൻറ്റ്സും ആഹാരവും എല്ലാം കൊടുക്കേണ്ടി വരും. അത് അത്രയൊന്നും ആരും മാനേജ് ചെയ്തില്ല. അതാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആളുകൾക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ഇതേപ്പറ്റി അജ്ഞതയായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ അഥവാ ഉദാഹരണം, ഒരു ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടർ ചുമതലയാണ് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. പേഷ്യൻസ് ഇങ്ങനെ വലിയ ചോദിക്കാൻ അവർക്ക് അറിയത്തില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെല്ലാം എടുക്കണം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കേസ് ടേക്കിംഗ് വേണം. അപ്പം ഏതായാലും അപ്പോൾ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇതിനൊന്നും സമയം കിട്ടത്തില്ല. പേഷ്യൻസിന് പറയാനുള്ള സമയമില്ല, ഡോക്ടർക്ക് തിരിച്ച് പറയാനുള്ള സമയമില്ല. ചെന്ന് കഴിഞ്ഞാൽ ഉടനെ 2 വാക്ക് കേട്ടിട്ട് ഒരു ഏതെങ്കിലുമൊക്കെ മെഡിസിൻ കുറിച്ച് കൊടുക്കും. പക്ഷേ ഇതെല്ലാം നമുക്ക് ഈ കാൽസ്യം കുറവുണ്ടോ ഇല്ലെന്നെല്ലാം നമുക്ക് ലാബ് ടെസ്റ്റിൽ കൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ അതൊരു എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ട് ഈ ഡോക്ടേഴ്സ് കൊടുക്കും. കാരണം ഡോക്ടേഴ്സിന് അതേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ആഹാരമൊക്കെ പറയും. പക്ഷേ നമ്മൾ ഇപ്പോൾ ഉദാഹരണം കാൽസ്യം നമ്മളിപ്പോൾ ഉദാഹരണം മുട്ട, ചീര, അതുപോലെ മിക്കവാറും എല്ലാ സംഗതികളിലും മുരിങ്ങയ്ക്ക, പിന്നെ ഇതിനകത്തെല്ലാം കാൽസ്യത്തിൻ്റെ ഇഷ്ടംപോലെ കാൽസ്യമുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത്ര കാൽസ്യം ഇതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമുക്ക് കാൽസ്യം സപ്ലിമെൻറ്റ് കഴിക്കേണ്ടി വരും. സപ്ലിമെൻറ്റ്സ് ഇല്ലാതെ പറ്റത്തുമില്ല. അപ്പോൾ കാൽസ്യം സപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽ കാൽസ്യം ഉണ്ട്, അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം വിത്ത് വൈറ്റമിൻ K27. ഈ K27 വൈറ്റമിൻസിന് ഇതിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യം കംപ്ലീറ്റ് ആ ബോഡിയിൽ പോവും. ആ കാൽസ്യത്തിൻ്റെ ദോഷവശങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജോയിൻറ്റുകൾ അല്ലെങ്കിൽ എല്ലിനുണ്ടാകുന്ന സർജറി ഒരു പരിധിവരെ ഒഴിവാക്കുന്ന ഒരു മെത്തേഡാണ്. ഉദാഹരണം, ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന നമുക്ക് മുട്ടിലാണ്. അപ്പോൾ ഈ മുട്ടിൽ സർജറി ആവശ്യമായിട്ട് വരും. പിന്നെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ ലക്ഷണങ്ങളെല്ലാം ചോദിച്ച് എക്സ്റേ എടുത്ത് പിന്നെ അതുപോലെ സ്കാനുമൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാം കിട്ടും. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് കഴിയുന്നതും സർജറി ഒഴിവാക്കാൻ ചില ഡോക്ടേഴ്സ് പറയും. എന്നിരുന്നാലും ഹോസ്പിറ്റലിൽ നിലകൊണ്ട് അവർ സർജറി തന്നെ പ്രിഫർ ചെയ്യും. WHO തന്നെ എല്ലാത്തിനും പറയുന്നുണ്ട്, വാണ്ടഡ് സർജറി ഉണ്ട്, അൺവാണ്ടഡ് സർജറി ഉണ്ട്. നമുക്ക് കഴിയുന്നതും സർജറി ഒഴിവാക്കുക. അപ്പോൾ സർജറി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതായത് സർജറിക്ക് മുമ്പായിട്ട് നമ്മൾ അനസ്തേഷ്യ കൊടുക്കണം. അപ്പോൾ അനസ്തെറ്റിക് കോംപ്ലിക്കേഷൻ, പിന്നെ സർജറിയിൽ നിന്ന് സർജിക്കൽ കോംപ്ലിക്കേഷൻ, ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിൻ്റെ ദോഷവശങ്ങളുടെ വരും. പക്ഷേ ചില കേസുകളിൽ നമുക്കിപ്പോൾ മുട്ട് മാറ്റി വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്ക് തേയ്മാനം ഉണ്ടായിരിക്കും. അവർക്ക് നടക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ ആ കേസുകളിൽ നമുക്ക് സർജറി 100% അത്യാവശ്യമാണ്. പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ലിനാണ്. ഈ നട്ടെല്ലിന് പറയുമ്പോഴത്തേക്ക് ഓരോരോ ഭാഗത്തായിട്ടാണ്. ഇപ്പം കഴുത്തിന് ഈ നട്ടെല്ലിന് തേയ്മാനം ഉണ്ടാവാം, തോറാസിക് റീജിയനിൽ വരാം. പിന്നെ അതുപോലെ താഴെ ലംബാർ റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് കുറുക്കെന്ന് പറയും. അപ്പോൾ അതിനാണ് ഇതിന് എല്ലിന് തേയ്മാനം മാത്രമല്ല, തേയ്മാനം വന്നിട്ട് ഇത് പ്രസ് ചെയ്യും, ഞരമ്പിനെ പ്രസ് ചെയ്യും. അപ്പം ഒരു പരിധി വരെ നമുക്കത് മേടിച്ചുകൊണ്ട് സാധിക്കും.
അപ്പോൾ ഭയങ്കര അമിതമായിട്ട് ഈ പിന്നെ ഇത് ബൾജിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർജറി തന്നെ വേണ്ടി വരും. അപ്പോൾ അതിന് അല്ല ഈ കെയറോപ്രാക്റ്റിക് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. കാരണം ഈ ജോയിൻറ്റുകളെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് വളരെ ചുരുക്കം ഡോക്ടേഴ്സിനെ അറിയാവൂ. അപ്പോൾ എന്തെങ്കിലും അറിയാവുന്ന ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ആയുർവേദ ഡോക്ടേഴ്സ് ഒരുപാട് ചെയ്യുന്നുണ്ട്. സർജറി ഞങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ നാച്ചുറോപ്പതി ഡോക്ടേഴ്സുണ്ട്, അവരും അത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ഇതിന് പകരമായിട്ട് ചെയ്യുന്നത് ഹാർട്ട് സ്കാൻ എന്നുള്ള മെത്തേഡാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. ഇതിൻ്റെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിലേഷൻ തെറാപ്പി ആൻഡ് ലേസർ തെറാപ്പി. ലേസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലേസർ ബീംസ് അകത്ത് പോയിട്ട് ആവശ്യമില്ലാത്ത സെല്ലുകളെയൊക്കെ ഇത് എവോപ്പറേറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എൻ്റെ സെൻറ്ററിൽ പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിന് ഏകദേശം നമ്മളിപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 4 ലക്ഷം 3 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 1 ലക്ഷമോ 1.5 ലക്ഷമോ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പൈസയും ലാഭിക്കാൻ എൻ്റെ കോംപ്ലിക്കേഷൻസ് മാറ്റി കിട്ടും. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.